പ്രിയമുള്ള സഹോദരിമാരെ, നിങ്ങൾ വീടുകളിൽ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് തീരെ ടേസ്റ്റില്ല എന്ന് ഭർത്താക്കന്മാർ എപ്പോഴും പരാതിപ്പെടാറുണ്ടോ? അങ്ങനെയെങ്കിൽ അതിനൊരു പരിഹാരം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ ഭർത്താവിന് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ, സവാള അരിയുമ്പോൾ, മീൻ കഴുകുമ്പോൾ, പച്ചക്കറി കട്ട് ചെയ്യുമ്പോഴെല്ലാം സ്നേഹത്തോടെ ഭർത്താവിനെ ഓർക്കുക. ഉച്ചയാകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഓട്ടോറിക്ഷ ഓടിച്ച് തളർന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വീട്ടിൽ വരും. അദ്ദേഹത്തിന് വേണ്ടിയാണ് ഞാൻ ഈ ഭക്ഷണം ഉണ്ടാക്കുന്നത് എന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഓർത്തോർത്ത് സ്നേഹത്തോടെ ഒന്ന് പാചകം ചെയ്ത് നോക്കൂ. ആ ഫുഡിന് ഒരപാര ടേസ്റ്റ് ആയിരിക്കും. വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ നിങ്ങളുടെ ഭർത്താക്കന്മാർ പറഞ്ഞിട്ടുണ്ടാകും നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. കാരണം എന്താണ്? ഭർത്താവ് ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുമെന്നുള്ള ചിന്തയോടെ സ്നേഹത്തോടെ ഭർത്താവിനെ മനസ്സിൽ കരുതി നമ്മൾ ഈ ഫുഡ് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെയാണത്. അതാണ് അതിൻ്റെ മനഃശാസ്ത്രം. നേരെ മറിച്ച് ആഹാരം ഉണ്ടാക്കുമ്പോൾ ഭർത്താവിൻ്റെ ദേഷ്യത്തോടു കൂടി മനസ്സിൽ കരുതിയിട്ട് മുളകരിയുമ്പോൾ ഉച്ചയാകുമ്പോൾ ആ കാലമാടൻ ഉണ്ണാൻ വേണ്ടി വരും, ഇപ്പോൾ അങ്ങേരെത്തും, ആ ഒരു ചിന്തയിലാണ് മീൻ കട്ട് ചെയ്യുന്നത്, മുളകരിയുന്നത്, സവാള അരിയുന്നത് ഒക്കെയെങ്കിൽ ആ ഭക്ഷണത്തിന് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. ഭർത്താക്കന്മാർക്കും ചില കാര്യങ്ങൾ ചെയ്യാം. ഉദാഹരണത്തിന് ഭക്ഷണത്തിന് ഒരല്പം എരിവ് കൂടിപ്പോയി എന്ന് സങ്കല്പിക്കുക. 2 മാർഗം അവിടെ സ്വീകരിക്കാം. രൂക്ഷമായിട്ടൊന്ന് നോക്കാം, എന്നിട്ട് ചോദിക്കാം, ഇത് മനുഷ്യന് തിന്നാൻ വേണ്ടി ഉണ്ടാക്കിയതാണോ? അതെങ്ങനെ ശരിയാവാൻ? നിൻ്റെ തള്ള നന്നായിട്ട് വേണ്ടേ നീ നന്നാവാൻ? അങ്ങനെ ചോദിക്കാം. അതവളെ എത്ര വേദനിപ്പിക്കുമെന്നറിയോ? കാരണം കൊച്ചുകുട്ടിയെ എളിയിൽ വെച്ചുകൊണ്ട് മുളകരിഞ്ഞും സവാള അരിഞ്ഞും ഒക്കെ വലിയ ത്യാഗം ചെയ്താണ് ഈ ആഹാരം അവൾ ഉണ്ടാക്കി വെച്ചത്. ഈ കമൻറ്റ് അവളുടെ മനസ്സിനെ വല്ലാതെ നൊമ്പരപ്പെടുത്തും. രണ്ടാമതൊരു മാർഗം സ്വീകരിക്കാം. ഞാൻ പല സ്ഥലത്തു നിന്നും ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, പക്ഷേ എന്നാലും നീ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിനൊരു അപാര ടേസ്റ്റ് തന്നെയാണ്. ഇന്നെന്തോ ഒരല്പം എരിവ് കൂടിപ്പോയി എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ഒരിക്കലും അവൾ ശ്രദ്ധിക്കാതിരിക്കുകയില്ല. ഒരു കാര്യം ഓർത്തുകൊള്ളൂ, കുറ്റപ്പെടുത്തിയും ദേഷ്യപ്പെടുത്തിയും ഭാര്യയെ നിലയ്ക്ക് നിർത്താമെന്ന് വിചാരിച്ചാൽ സാധ്യമല്ല മക്കളെ.